അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം, അടിവേരിന്റെ അടിവേര് തൗഹീദാകുന്നു. തൗഹീദ് മനസ്സിലാക്കാതെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ദർഗകളുടെയും ജാറങ്ങളുടെയും ഖബറുകളുടെയും മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന, ഉറുക്ക് കെട്ടുന്ന, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന വെറും മാപ്പിള പേരുള്ള മുസ്ലിമെ, ഈ കൂട്ടരെയും കൂട്ടി നീ കളരി പഠിച്ചാൽ, നീ ആയുധ പരിശീലനം നേടിയാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? വിഡ്ഢികളുടെ സ്വർഗം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, എന്നതുപോലെയാണ് കാര്യം. നടക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹുവിന്റെ ദീനിലേക്ക് വാ, തൗഹീദ് പഠിക്ക്, ശിർക്ക് ഒഴിവാക്ക്, അള്ളാഹു സഹായിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഈമാനും സാലിഹായ അമലുമുള്ള ആളുകൾക്ക് അള്ളാഹു അവർക്ക് ഭൂമിയിൽ അധികാരം നൽകുമെന്ന്, അള്ളാഹു അവർക്ക് ഭൂമിയിൽ ഖിലാഫത്ത് നൽകുമെന്ന് മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അള്ളാഹു ഭൂമിയിൽ അവർക്ക് നൽകുമെന്ന്, ഭയപ്പാടും അതുപോലെ വേവലാതിയും ഒക്കെ ആയിരുന്നതിന് ശേഷം ഭൂമിയിൽ നിർഭയത്വം അള്ളാഹു നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു വാഗ്ദാനം തെറ്റിക്കാത്തവനാണ്. പക്ഷേ നീ ഒരു നിബന്ധന പാലിക്കണം. എന്താണെന്നറിയുമോ? ആയുധം പരിശീലിക്കുന്നവരെ, കളരി പഠിക്കുന്നവരെ, മുസ്ലിം ഉമ്മത്തിലെ എല്ലാ ചപ്പും ചവറിനെയും കൂട്ടി നമ്മളിവിടെ പലതും ഇവിടെ ആയുധ പരിശീലനം നടത്തുകയാണ്, ഇവിടെ കളരി പഠിക്കുകയാണ്, സംഘടിക്കുകയാണ്, പാർട്ടി ഉണ്ടാക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നവരെ അള്ളാഹു പറഞ്ഞ നിബന്ധന അതല്ല. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, എന്നിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കൂ. പഠിച്ചു വെക്കണം മുസ്ലിം ഉമ്മത്തി ഈ ആയത്ത്. ആവേശക്കാരായ പല ചെറുപ്പക്കാരും അറിഞ്ഞു വെക്കണം അള്ളാഹുവിന്റെ ഈ ആയത്ത്. എടോ, അള്ളാഹുവിന്റെ സഹായമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നിന്നെ ആര് പിന്തുണച്ചിട്ടും കാര്യമില്ല. നിനക്കത്ര ആൾബലവും തടിമെടുക്കും ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ സഹായം വേണോ? നീ തൗഹീദ് പഠിക്ക്, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യ്. എന്താണ് ശിർക്ക് എന്ന് പഠിക്ക്. മുസ്ലിം ഉമ്മത്തിന് വിജയവും സഹായവും കിട്ടാനുള്ള കാര്യമാണ് ഈ പറയുന്നത്.